ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഒരു ശല്യവും നിനക്കുണ്ടാവില്ല. ഞാൻ ഞാൻ എന്നും നീ പറയുന്ന അനുസരിക്കാം. നിനക്കെന്നെ വിവാഹം കഴിക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഇതോടെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോളാം. എന്താ മൃദുല, ഉറക്കം വരുന്നു? ഉറങ്ങിക്കോളൂ. ഈ ഉറക്കത്തോടെ എല്ലാം ശരിയാവും. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ബോബൻ തന്നെയല്ലേ? അതെ. മറ്റേത് കൊല്ലപ്പെട്ട കിട്ടുണി വൈദ്യർ അല്ലേ? ബോബൻ അറിയോ ഈ കേസിന്റെ സീരിയസ്നെസ്? സ്വന്തം അപ്പച്ചൻ ചെയ്ത കൊലപാതകം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിച്ചില്ല. ഒരു പകൽ മുഴുവൻ മൃതദേഹം വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം രാത്രിയിൽ അത് മറ്റൊരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ ഇതൊക്കെ ധാരാളം മതി. മോളെ, അമ്മച്ചി, ഞാനൊരു പോലീസ് ഓഫീസറാ. കുറ്റം ചെയ്തപ്പോ എന്റെ വല്യച്ഛനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? എന്റെ സ്വന്തം മമ്മിയെ കള്ള കൈക്കൂലി കേസിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ലേ? ദാ ഇപ്പോ എന്റെ ഒരു പാതി കൂടപ്പറപ്പായ ചിന്നുവിന്റെ കല്യാണം മുടക്കിക്കൊണ്ട് അവളെ പിടിച്ച് ജയിലിലിട്ടില്ലേ ഞാൻ? ഞങ്ങളീ വേഷം ധരിച്ചിരിക്കുന്നത് സ്വന്തം ബന്ധം നോക്കാതെ ഡ്യൂട്ടി ചെയ്യാനാ. നിയമം നടപ്പിലാക്കുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ പോലും മുഖം ഞങ്ങൾ നോക്കാൻ പാടില്ല. കാര്യങ്ങളൊക്കെ എനിക്കും അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. മനോനില തെറ്റിയ അപ്പച്ചനെ ഇനിയും പോലീസ് പീഡിപ്പിക്കണമെന്ന് കരുതി ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി. അത് ജന്മം തന്ന അപ്പച്ചനോടുള്ളൊരു കടം വീട്ടിലായി ഞാൻ കരുതിക്കോളാം. സെലീന എന്നെ അറസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ ഒരു ലക്ഷ്യവും കൊണ്ടാ ഞാൻ വന്നതെങ്കിൽ എന്റെ കൂടെ ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ഒക്കെ കണ്ടേനെ. കത്തിച്ചു കളഞ്ഞേക്കൂ. സെലീന, ഇത്രയെങ്കിലും അമ്മച്ചിക്കും ബോബനും വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചതിന് ഒരർത്ഥം ഉണ്ടാവത്തില്ല അമ്മച്ചി. എന്റെ ഡാഡി കഴിഞ്ഞാൽ IPS എടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ബോബനാ. ഡാഡി മരിച്ച് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ബോബൻ കൈനീട്ടി സഹായിച്ചില്ലായിരുന്നെങ്കിൽ സെലീന എന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ എനിക്ക് നിയമമല്ല വലുത്, എന്റെ മനസാക്ഷിയാ. സെലീന, ഞാൻ എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഏയ്, എന്തെങ്കിലും പറയാൻ വേണ്ടിയോ ചെയ്യാൻ വേണ്ടിയോ അല്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ മാത്യു സച്ചാൻ്റെ മൊബൈലിൽ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏയ്, അത് സൂത്രത്തിൽ ഞാൻ മായ്ച്ചു കളഞ്ഞു. പോട്ടെ അമ്മച്ചി. അവള് സ്നേഹമുള്ളോളാ മോനെ. അറിയില്ലാന്ന് പറഞ്ഞ ചുമ്മാ ഞാനങ്ങ് സമ്മതിച്ചു തരുന്നത് കരുതിയോ നീ? ഈ പാർവതി കൊച്ചമ്മ എന്തൊക്കെയാ പറയുന്നത്? നാണില്ലല്ലോ. ഐ ആം എ ഡോക്ടർ. 100 കണക്കിന് പ്രസവെടുത്ത ഞാനിപ്പോ നാണിക്കാൻ നിൽക്കുക? മൂപ്പന് 500 രൂപ കിട്ടിയപ്പോ പുള്ളിക്കാരന്റെ കണ്ണു തള്ളി. മലങ്കാളിയുടെ എല്ലാ അനുഗ്രഹവും തക്ക സമയത്ത് നീരേറ്റിലെത്തിച്ചോളാന്ന് വാക്കും പറഞ്ഞിട്ട് മൂപ്പര് സ്ഥലം വിട്ടു.
പൂജ വല്ലതും ചെയ്യോ അതോ കള്ളും കുടിച്ച് വല്ലയിടത്തും കിടക്കുവോ? അതില്ല, പൂജയൊക്കെ സമയത്തിന് ചെയ്യും. മന്ത്രപ്ലാത്തിയും കൂടെ അല്ലേ മൂപ്പൻ. കേട്ടോ ചിന്നു, അച്ഛൻ ഇങ്ങനെ സന്തോഷം അഭിനയിച്ച് നടക്കുന്നേ ഉള്ളൂ. എല്ലാ സൂക്കേടും ഉണ്ട്. നേരാ. ഇന്നലെ എന്നോട് പറഞ്ഞത് രാത്രിയാവുമ്പോ മരിച്ചുപോയവരൊക്കെ മുന്നിൽ വന്നു നിന്ന് പരാതി പറയുന്നുന്നാ. കൃഷ്ണമാമൻ അവരുടെ അടുത്തേക്ക് ചെല്ലാത്തതിലത്രേ പരാതി. എനിക്ക് തോന്നുന്നത് കൃഷ്ണമാമന് മരണഭയം ഉണ്ടെന്നാ. ഇല്ല, അപ്പാപ്പനൊന്നും സംഭവിക്കത്തില്ല. ആർക്കെന്താ സംഭവിക്കാന്നൊന്നും പറയാനാവില്ല. അതിനുവേണ്ടി നമ്മുടെയൊക്കെ മനസ്സ് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാ കൃഷ്ണമാമൻ നേരത്തെ കൂട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ. ചിന്നു, ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ എത്രയും വേഗം ചെയ്തു തീർക്കണമെന്നാ ഇപ്പം അച്ഛൻ്റെ വാശി. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം നിന്റെ കല്യാണം തന്നെയാ. നിന്നെ ഓർത്താ അച്ഛൻ എന്നും സങ്കടം. നീരിയിലെ ചോരയായിട്ടും നീ ഇങ്ങനെ. ഏയ്, ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത് ഞാനല്ലേ. അത് എനിക്ക് സന്തോഷമായതുകൊണ്ടാ. അപ്പാപ്പൻ്റെ നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അതിലും വലിയ ഭാഗ്യം വേറെന്താ? കല്യാണം കഴിഞ്ഞ രണ്ടാളും നീരറ്റ് തറവാട്ട് പോയി താമസം തുടങ്ങണം. നീ അത് കരുമനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ചിന്നു, അത് മാത്രമല്ല, നിന്റെ അച്ഛൻ നീ ജയിലിലാക്കിയ മഹേശ്വരൻ ചേട്ടന്റെ കാര്യം കൂടി പറയാനാ ഞങ്ങൾ വന്നത്. എൻ്റെ ഏട്ടനെ നീ ഇടപെട്ട് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നിന്റെ അച്ഛൻ നിന്റെ കല്യാണത്തിന് നിന്നെ അനുഗ്രഹിക്കും കൂടെ ഉണ്ടാവണം. ഇത് പറയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ചിനു, നീ വേണ്ട. 2 കൊച്ചമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ വലിയ വീട്ടിലെ ആളുകളാ. പാവം ആദിവാസി പെണ്ണായ എന്നെ സ്നേഹിച്ച് കൊല്ലാൻ ശ്രമിക്കരുത്. എൻ്റെ അപ്പാപ്പൻ്റെ മനസ്സ് ഞാൻ കണ്ടവളാ. ആ മനസ്സ് നോവിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല. പക്ഷെ അതിനപ്പുറം ആരോട് സ്നേഹവും ഔദാര്യമൊന്നും ഈ ചിന്നുവിന് വേണ്ട. കണ്ടിട്ട് പെട്ടെന്ന് പുറത്തു പോണം. ടീന, ടീന, ഇത് ഞാനാ റിച്ചി. എന്നെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല സാർ. അനസ്തേഷ്യയുടെ എഫക്റ്റ് മാറിക്കിട്ടാൻ 3-4 മണിക്കൂർ എടുക്കും. ഇനി സാർ പൊയ്ക്കോളൂ. സാർ, ഇങ്ങോട്ടാരെയും കടത്തി വിടരുതെന്നാ. ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ ജോലി പോവും. സാറിന്റെ സങ്കടം കണ്ടതുകൊണ്ട് മാത്രാ ഞാൻ. ചാണ്ടി അയയുമ്പോൾ തൊമ്മി മുറുകു എന്ന് പറഞ്ഞ കൂട്ടാൻ നിന്റെ കാര്യം. അമ്പിനും വില്ലിനും അടുക്കത്തില്ലെന്ന് വെച്ചാ നിനക്ക് തന്നെ അതിന്റെ ദോഷം. കുര്യച്ചൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ഞാൻ റിച്ചിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ. എന്ന് വെച്ചാ വൈദ്യനും രോഗിയും ഇച്ഛിച്ചത് പാല് തന്നെ എന്നർത്ഥം. ടിങ്കിളിനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു തരാനാ കുര്യച്ചന്റെ ആശ. എല്ലാവരും കൂടെ ചുറ്റിനും ഇങ്ങനെ പറഞ്ഞ അവസാനം എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടാ, നിനക്കിപ്പോഴാ ഭ്രാന്ത്. എന്റെ ഉപദേശം തള്ളിക്കളഞ്ഞ ആരും ഈ നാട്ടിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. ടീനക്കുഞ്ഞിന് വേണ്ടി ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചവനാ ഞാൻ. അതിന് കുറെ കാശും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള നന്ദിയാ ഞാൻ ഈ കാട്ടുന്നേ, അല്ലാതെ നന്ദി കേടല്ല. ടീനക്കുഞ്ഞ് സമ്പാദിച്ചതൊക്കെ കുടുംബത്തിനകത്ത് നിൽക്കണമെങ്കിൽ അനിയത്തി പെണ്ണിനെ റിച്ചി കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. ടീന മരണവും മുന്നിൽ കണ്ട് കിടക്കുമ്പോ അച്ഛൻ എങ്ങനെയാ ഇത് പറയാൻ തോന്നണേ? അവിടെ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം.
ഇപ്പൊ പറഞ്ഞത് 1-2 മാസം കഴിഞ്ഞാ പറയണ്ടായോ? വേണം. അപ്പൊ പിന്നെ അത് കാലേ കൂട്ടി പറഞ്ഞുറപ്പിച്ച് വച്ചാ എല്ലാവർക്കും നല്ലതല്ലയോ? ടീന കുഞ്ഞിന് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും നീ ചെലവാക്കിക്കോ. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷേ എത്ര ചെലവാക്കിയാലും അതിന്റെ അവസാനം എന്നതാ? അന്ത്യകൂദാശയും ശവപ്പെട്ടിയും സെമിത്തേരിയും തന്നെ. ആ സത്യം മനസ്സിലാക്കി പെരുമാറാനേ ഞാൻ പറയുന്നുള്ളൂ. അതിപ്പോ എന്റെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. അച്ഛാ, ടീന ജീവിച്ചിരിക്കുമ്പോൾ ദയവായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കല്യാണാലോചന കൊണ്ട് വരരുത്. എനിക്കത് ആഘോഷിക്കാനുള്ള സമയമല്ല. ശരിയപ്പോ സമ്മതിച്ചു. അല്ല, കൊച്ചിന്റെ കാര്യത്തിൽ നീ എന്നാ തീരുമാനിച്ചു? ആ ശിശു സംരക്ഷണ സമിതി ചെന്ന് ബോബൻ കൊച്ചിനെ കണ്ടെന്നാ ഞാൻ കേട്ടെ. സത്യമാണോ? ഇതാ എനിക്ക് പിടിക്കാത്ത. കണ്ടൂന്ന് മാത്രമല്ല, ഏതാണ്ട് കൊനഷ്ടൊപ്പിച്ച് കുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ടെന്നാ അവിടുത്തെ ഒരായ എന്നോട് പറഞ്ഞേ. വിഷമാ ബോബൻ, തനി കാളകൂട വിഷം. അവനെ ജയിലിൽ കയറ്റാതെ ഈ കുഴിയിൽ മാത്യൂസ് അടങ്ങിയിരിക്കത്തില്ല. ആ ദേ, അതിനുള്ള വകുപ്പ് ഇതിനകത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. സെൻട്രൽ ജയിലിലെ അഴി എണ്ണിക്കും ഞാൻ. അച്ഛൻ എന്തോ പറയണേ? കിട്ടുണ്ണി വൈദ്യരുടെ കൊലക്കേസ്. പീലിപ്പോസ് അച്ചായന് നമ്മുടെ സെലീന പോക്കി. പക്ഷെ കൊന്നത് അച്ചായനല്ല, ബോബനാ. അതിന് ഈ മാത്യൂസ് ദൃക്സാക്ഷിയാ. സ്വന്തം ചെലവി സകല കോടതിയും കയറി ഇറങ്ങി ഞാനത് പറയും. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ ഭാര്യയെ ചവിട്ടി വെളിയിലാക്കിയവനവൻ. അച്ഛാ, ഇതൊക്കെ നേരാണോ? ആ മൊബൈലിനകത്ത് എന്നതാ? ബോബൻ കിട്ടുണ്ണി വൈദ്യരുടെ ശവശരീരം ചെകുത്താമുക്കിൽ കൊണ്ടിടുന്ന ഫോട്ടോ. ദാ ഇപ്പൊ കാണിച്ചു തരാം. കർത്താവേ, അത് കാണാനില്ല. എന്റെ മൊബൈലിൽ നിന്ന് അതാരോ മാച്ച് കളഞ്ഞിരിക്കുക. ആരാ മാച്ചത്? അയ്യോ എന്റെ കർത്താവേ, ഞാനിപ്പോ എന്നാ ചെയ്യും? ഹായ് ഡിയർ. എന്താ എപ്പോഴാ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത്? എന്തു പറ്റി ഡിയർ? നീ നീ എന്നെ ചതിച്ചു. നിന്നെ ഞാൻ മതി, നിർത്ത്. ഞാനൊരു തെറ്റ് ചെയ്തു. ഏത് ഭാര്യയും ക്ഷമിക്കുന്ന തെറ്റാത്. നീ അത് ക്ഷമിച്ചേ പറ്റൂ. ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിനക്കിനി ഒന്നേ ചെയ്യാൻ പറ്റൂ. എന്റെ പാദദാസിയായി എന്നെ ശുശ്രൂഷിച്ച് എന്റെ ഔദാര്യത്തിൽ ഒന്നിച്ച് ജീവിക്കാം. അതല്ലാതെ മറ്റൊരു മാർഗവും നിനക്കില്ല. അതല്ല, ഉടക്കാനാണ് ഭാവമെങ്കിൽ അടുത്ത നടപടി ഇത്തിരി കടന്നതായി പോകും. വേണ്ട, എന്നെ ഒരു ക്രിമിനലാക്കി മാറ്റരുത്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഏയ്, വിടാൻ പാടില്ല. നോക്ക്, ഇക്കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. പിന്നെ നല്ല കുട്ടിയായിരുന്ന നിനക്ക് തന്നെ കൊടുക്കും. എത്രയും വേഗം കല്യാണം നടക്കും. നമ്മൾ ഹൈദരാബാദിലേക്ക് അടുത്ത ഫ്ലൈറ്റിൽ സ്ഥലം വിടുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഒന്നായി കഴിഞ്ഞു. ഇനി വഴക്കത്തിന്. നീ മാത്രമല്ല, നിന്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് സ്വന്തമായി കഴിഞ്ഞു.